നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിർദ്ദിഷ്ട കാഞ്ഞങ്ങാട് കാണിയൂർ റെയിൽപാതയുടെ നടപടിക്രമങ്ങൾ വേഗത്തിലാകുന്നതിന് കേരള കർണാടക മുഖ്യമന്ത്രിമാരെ കാണാൻ നഗരവികസന കർമ്മസമിതി യോഗത്തിൽ തീരുമാനം. സ്വകാര്യവൽക്കരണ നയങ്ങൾക്കെതിരെ ബാങ്ക് ജീവനക്കാരുടെ സമരം. ജില്ലയിൽ ബാങ്ക് പണിമുടക്ക് പൂർണ്ണം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരം തുടങ്ങി. സംസ്ഥാനത്ത് റേഷൻ കടകൾ അടഞ്ഞുകിടക്കും. MVRന്റെ അനുസ്മരണവും ചേരിതിരിഞ്ഞ് കാഞ്ഞങ്ങാട്ട് ഇരുവിഭാഗങ്ങളും അനുസ്മരണ യോഗങ്ങൾ നടത്തി. വികലാംഗരെ ക്യൂവിൽ നിർത്തുന്നതിൽ പ്രതിഷേധം. വികലാംഗരോടുള്ള അനീതിക്കെതിരെ വികലാംഗ സംഘടന ഐക്യമുന്നണി DM ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPIM കാഞ്ഞങ്ങാട് ഏരിയയിൽ ലോക്കൽ സമ്മേളനങ്ങൾക്ക് തുടക്കമായി. അജാനൂർ ലോക്കൽ സമ്മേളനം തുടങ്ങി. കരുണയുടെ കരങ്ങൾക്കായി ഗിരീഷ് കാത്തിരിക്കുന്നു. ജീവിതത്തിന്റെ പുതുവെളിച്ചം കാണാൻ. പുല്ലൂർ പടിഞ്ഞാറ്റയിൽ തറവാട് കളിയാട്ടത്തിന് ഭക്തിനിർഭരമായ സമാപനം. വാർത്തകൾ വിശദമായി. നിർദ്ദിഷ്ട കാഞ്ഞങ്ങാട് കാണിയൂർ റെയിൽപാതയുടെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെ നഗരവികസന കർമ്മസമിതി യോഗം കാഞ്ഞങ്ങാട് നടന്നു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ P. കരുണാകരൻ MP യാണ് യോഗം വിളിച്ചു ചേർത്തത്. നിർദ്ദിഷ്ട കാഞ്ഞങ്ങാട് കാണിയൂർ റെയിൽപാതയുടെ സർവേ പൂർത്തീകരിക്കുന്നതിനും ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കുന്നതിനും വേണ്ടിയാണ് യോഗം വിളിച്ചു ചേർത്തത്. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ ചേർന്ന നഗരവികസന കർമ്മസമിതി യോഗത്തിൽ P. കരുണാകരൻ MP കാര്യങ്ങൾ വിശദീകരിച്ചു. അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, ത്രിതല പഞ്ചായത്ത് ഭരണസമിതി ഭാരവാഹികൾ, വിവിധ സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ K. ദിവ്യ, വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോറടി, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A. കൃഷ്ണൻ, മടിക്കെ കമ്മാരൻ, അഡ്വക്കേറ്റ് MC ജോസ്, A. ഹമീദ് ഹാജി, AV രാമകൃഷ്ണൻ, അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP നസീമ ടീച്ചർ, C. യൂസഫ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. T. മുഹമ്മദ് അസ്ലം പ്രമേയം അവതരിപ്പിച്ചു. നിർദ്ദിഷ്ട കാഞ്ഞങ്ങാട് കാണിയൂർ റെയിൽപാതയുടെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി കിട്ടുന്നതിനു വേണ്ടി കേരള കർണാടക മുഖ്യമന്ത്രിമാരെ കാണുന്നതിന് യോഗം തീരുമാനിച്ചു. ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ പാലിക്കാത്തതിൽ പ്രതിഷേധം. റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരം തുടങ്ങി. കടയടച്ച് സമരം നടത്താനാണ് തീരുമാനം. കമ്മീഷൻ കിലോഗ്രാമിന് 2 രൂപയാക്കുക, ഡോർ ഡെലിവറി സമ്പ്രദായം ഏർപ്പെടുത്തുക, ഭക്ഷ്യസുരക്ഷയുടെ ആനുകൂല്യങ്ങൾ കാർഡ് ഉടമകൾക്ക് ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് സമരം നടക്കുന്നത്. അനിശ്ചിതകാലമായി റേഷൻ കടകൾ അടച്ചിട്ട് സമരം നടത്താനാണ് തീരുമാനം. ഹൊസ്ദുർഗ് ബാങ്ക് ഹാളിൽ നടന്ന സമരപ്രഖ്യാപന കൺവെൻഷനിൽ A. നടരാജൻ അധ്യക്ഷത വഹിച്ചു. KP തമ്മാൻ, KC രവി, K. അശോകൻ, കരുണാകരൻ, K. ശശിധരൻ, ചന്ദ്രൻ പരപ്പ, സുരേശൻ മേലാങ്കോട്, K. രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കലോത്സവ വേദിയിൽ ആസ്വാദകയായി എത്തിയതാണ് മുൻ സംസ്ഥാന കലാതിലകം ഐശ്വര്യ രാജൻ. ഇംഗ്ലീഷ് മത്സര വിഭാഗങ്ങളിൽ നിരവധി ശിഷ്യന്മാർക്ക് ജന്മം നേടിക്കൊടുത്ത രാജൻ കുറുന്തിലിന്റെ മകളാണ് ഐശ്വര്യ. ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ രാജൻ കുറുന്തിലിന്റെ 2 മക്കളും സംസ്ഥാന കലോത്സവത്തിൽ വിജയികളായിരുന്നു. മകൾ ഐശ്വര്യ എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞു. കലോത്സവ വേദികളുടെ സർഗവിസ്മയങ്ങളെക്കുറിച്ച് പറയാൻ ഇരുവർക്കും ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതിനായി സാറിന്റെ അനുഭവങ്ങളെ നമുക്കൊന്ന് പങ്കുവെക്കാം. വിവിധ സബ്ജില്ലകളിലും ജില്ലകളിലും സംസ്ഥാനത്തിലും മത്സരിക്കുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷ് റെസിറ്റേഷൻ ചെയ്തു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികൾക്ക് സംസ്ഥാനത്തിൽ A ഗ്രേഡും സമ്മാനങ്ങളൊക്കെ ലഭിക്കാറുണ്ട്. താല്പര്യം പ്രകടിപ്പിച്ച കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുകയും അവർ സമ്മാനങ്ങൾ നേടുകയും ചെയ്യുന്നത് തികച്ചും ചാരിതാർത്ഥ്യപരമായ ഒരു കാര്യം. ഇംഗ്ലീഷ് റെസിറ്റേഷൻ, ഡാൻസ്, മോഹിനിയാട്ടം, അതുപോലെ മുമ്പ് കാസർഗോഡ് ഈ ഡിസ്ട്രിക്റ്റിലുണ്ടാകുന്ന സമയത്ത് ഇംഗ്ലീഷ് റെസിറ്റേഷൻ ഒരുപാട് പ്രാവശ്യം ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് സ്റ്റേറ്റിൽ. പിന്നെ ഡാൻസ്, എന്നെ കുറെ അധ്യാപകരുണ്ടായിരുന്നു. ഇംഗ്ലീഷിന് അച്ഛൻ തന്നെയായിരുന്നു. പിന്നെ ഡാൻസിന് ഞാൻ കുറെ അധ്യാപകരെടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്ലൂട്ട്, വീണ, പിന്നെ ഗാനമേള, ഓർക്കസ്ട്ര, അങ്ങനെയുള്ള ടീം ആയിട്ടുള്ള അങ്ങനെയുള്ള ഐറ്റങ്ങളിലെല്ലാം ടെൻഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിലും കൂടി നമുക്ക് ഇപ്പൊ ആലോചിക്കുമ്പോൾ അതൊരു ഭയങ്കര നല്ല ഒരു അനുഭവമായിട്ട് ഇപ്പൊ തോന്നുന്നത്. ജില്ലയിൽ ബാങ്ക് പണിമുടക്ക് പൂർണ്ണം. യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക് നടത്തിയത്. 10ാം ഉഭയകക്ഷി കരാർ ഉടൻ നടപ്പാക്കുക, ബാങ്കുകളുടെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക, ജനകീയ ബാങ്കിംഗ് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് രാജ്യവ്യാപകമായി ബാങ്ക് ജീവനക്കാർ പണിമുടക്കിയത്. യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിന്റെ നേതൃത്വത്തിൽ നടന്ന പണിമുടക്കിൽ ആയിരക്കണക്കിന് ജീവനക്കാർ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് പണിമുടക്കിയ ജീവനക്കാർ സിൻഡിക്കേറ്റ് ബാങ്ക് ശാഖയ്ക്ക് മുന്നിൽ പ്രകടനം നടത്തി.
പ്രകടനത്തിന് എം ജനാർദ്ദനൻ, കെ സുരേഷ്, കെ പി രാജൻ, പി വി രവീന്ദ്രൻ, കെ രാഗേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ കെ വി ഗംഗാധരൻ, വി മനോജ്, എം മാധവൻ, കെ വി ബാബു തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആധാരം എഴുത്തുകാർ ഓഫീസുകൾ അടച്ചിട്ട് കളക്ടറേറ്റിന് മുന്നിൽ ധർണാ സമരം നടത്തി. ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് സംസ്ഥാന വ്യാപകമായി സമരം നടത്തിയത്. ഓർഡിനൻസ് വഴി വർദ്ധിപ്പിച്ച മുദ്രവില പിൻവലിക്കുക, താരിഫ് വില ഉയർത്തുവാനുള്ള തീരുമാനം ഉപേക്ഷിക്കുക, ആധാരം എഴുത്തു തൊഴിൽ ആധാരം എഴുത്തുകാർക്ക് മാത്രമായി സംവരണം ചെയ്യുക, ക്ഷേമനിധി ബോർഡിന്റെ ചുമതല സ്വതന്ത്രമാക്കുക, പെൻഷൻ നൽകുവാനുള്ള തീരുമാനം നടപ്പിലാക്കുക, ആനുകൂല്യങ്ങൾ അനുവദിക്കുവാനുള്ള കാലതാമസം ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തിയത്. സമരം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ഒരു ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ആ തീരുമാനത്തിനെതിരെ ആധാരമെഴുത്തുകാരുടെ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ നടത്തിയ സമരം ഗവൺമെന്റ് ശ്രദ്ധിക്കുകയും അത് തൽക്കാലം മരവിപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ആ സമരത്തിന്റെ വിജയം തന്നെയാണ്, യാതൊരു സംശയവും. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സുനിൽകുമാർ കൊട്ടറ അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ പി എ അഷ്റഫ് അലി, ടി കൃഷ്ണൻ, ജോർജ് പൈനാപ്പള്ളി, അസോസിയേഷൻ നേതാക്കളായ വി ശങ്കരൻ നമ്പൂതിരി, വി മാധവൻ നായർ, പി ആർ കുഞ്ഞിരാമൻ, പി പി കുഞ്ഞികൃഷ്ണൻ, കെ വി കുഞ്ഞമ്പു പൊതുവാൾ, ടി ബാലകൃഷ്ണൻ കാണത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ആശുപത്രിയിൽ വികലാംഗരെയും ക്യൂവിൽ നിർത്തുന്നു. വികലാംഗ സംഘടനാ ഐക്യമുന്നണി പ്രവർത്തകർ DMO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ ആശുപത്രിയിലെത്തുന്ന വികലാംഗരായ രോഗികളെ ക്യൂവിൽ നിർത്തുന്ന നടപടിക്കെതിരെ സംസ്ഥാന വികലാംഗ ഐക്യമുന്നണിയുടെ പ്രതിഷേധം. ജില്ലാ ആശുപത്രിയിലെ കാരുണ്യ ഡയാലിസിസ് കേന്ദ്രം തുറക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. DMO ഓഫീസിലേക്ക് നടന്ന മാർച്ചിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. സംസ്ഥാന ചെയർമാൻ കെ കുഞ്ഞബ്ദുള്ള കുളവയൽ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏവർക്കും അറിയാം, വികലാംഗ സംരക്ഷണ നിയമ പരിരക്ഷ എന്ന വികലാംഗർക്ക് കേരളത്തിലെ ഒരു ഗവൺമെന്റ് സർക്കാർ സേവന കേന്ദ്രങ്ങളിലും ഈ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് കൂടുതൽ പറയാമെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ബിവറേജ് കോർപ്പറേഷൻ്റെ ഷോപ്പിന് മുമ്പിൽ വരെ വികലാംഗർക്ക് ക്യൂ വേണ്ട എന്ന് ബഹുമാനായ നമ്മളെ കേരളത്തിൻ്റെ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി വരെ ഒരു ഓർഡർ ഇറക്കിയിട്ടും ചില ഹോസ്പിറ്റലുകളിൽ, അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ, നമ്മുടെ നാട്ടിലെ റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിക് ഓഫീസുകൾ തുടങ്ങി സർക്കാർ സേവന കേന്ദ്രങ്ങളിലൊക്കെ പാവപ്പെട്ട വികലാംഗർ പോയി ക്യൂ നിൽക്കേണ്ട ഒരു ഗതികേട്. ഗോപി ബളാൽ അധ്യക്ഷത വഹിച്ചു. MK റിയാസ്, ബടുവൻ കുഞ്ഞി, EK ബഷീർ, അബ്ദുറഹ്മാൻ, മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. MP രാഘവന്റെ നിര്യാണത്തിൽ അനുശോചിക്കാൻ CMPയുടെ ഇരുവിഭാഗങ്ങളുടെയും നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് വ്യത്യസ്ത സർവകക്ഷി യോഗം ചേർന്നു. മൗനജാഥയ്ക്ക് ശേഷം ഹോസ്തർഗ് മാന്തോപ്പ് മൈതാനിയിലായിരുന്നു CP ജോൺ വിഭാഗത്തിന്റെ സർവകക്ഷി യോഗം ചേർന്നത്. CMP സംസ്ഥാന കമ്മിറ്റി അംഗം വി കമ്മാരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ DCC ജനറൽ സെക്രട്ടറി PK ചന്ദ്രശേഖരൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് DV ബാലകൃഷ്ണൻ, BJP ദേശീയ സമിതി അംഗം മടിക്കൈ കമ്മാരൻ, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് A ഹമീദ് ഹാജി, നിയോജക മണ്ഡലം പ്രസിഡന്റ് ബഷീർ വെള്ളിക്കോത്ത്, CPI നേതാവ് ബംഗളം കുഞ്ഞികൃഷ്ണൻ, സോഷ്യലിസ്റ്റ് ജനത ജില്ലാ പ്രസിഡന്റ് AV രാമകൃഷ്ണൻ, RSP ജില്ലാ സെക്രട്ടറി PC രാജേന്ദ്രൻ, CMP ജില്ലാ സെക്രട്ടറി B സുകുമാരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. CMP അരവിന്ദാക്ഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി P മോഹനൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം P അപ്പുകുട്ടൻ, കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി M പൊക്ലൻ, ഏരിയ കമ്മിറ്റി അംഗം VV രമേശൻ, ചിത്താരി ലോക്കൽ സെക്രട്ടറി A ദാമോദരൻ, ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ലീഗൽ മെട്രോളജി ഓഫീസിന് മുന്നിൽ ഓട്ടോ തൊഴിലാളികളുടെ പ്രതിഷേധം. ഓട്ടോ തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുന്ന നയമാണ് അധികൃതർ തുടരുന്നതെന്ന് ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു. മീറ്റർ പുതുക്കുന്നതിന് ലീഗൽ മെട്രോളജി വകുപ്പിന്റെ പടന്നക്കാട് ദേശീയപാതയിലുള്ള ഓഫീസിലെത്തിയ ഓട്ടോ തൊഴിലാളികളുടെ തിരക്കാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ 10 വീതം ടോക്കൺ നൽകിയാണ് ഓട്ടോക്കാരെ ഓഫീസിലേക്ക് കടത്തിവിടുന്നത്. ബാക്കിയുള്ളവർ ദേശീയപാതയെടുത്ത് പൊരിയുന്ന വെയിലിൽ മണിക്കൂറുകളോളം കാത്തുനിൽക്കേണ്ട അവസ്ഥയാണ് ഇവിടെയുള്ളത്. ഇതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരും ഓട്ടോ തൊഴിലാളികളും തമ്മിൽ നേരിയ സംഘർഷസ്ഥിതി ഉടലെടുത്തു. 400-500 വണ്ടിയോളം ഇന്നത്തെ ദിവസം ഇവിടെ മീറ്റർ സീൽ വെക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ വന്ന വണ്ടിക്കൊന്നും ഇതിപ്പോൾ ഞങ്ങൾ 2-3 ദിവസമായിട്ട് ഇതിന് വേണ്ടിയിട്ട് മെനക്കെടുകയാണ്. ഇപ്പം ബ്രേക്ക് എടുത്തിട്ടില്ല, ബ്രേക്കിൻ്റെ ഡേറ്റ് കഴിഞ്ഞു പോയി. ആദ്യം അവിടുന്ന് പ്രശ്നമാക്കും, നമുക്ക് ഓടാൻ പറ്റില്ല. ഇപ്പം അങ്ങനെ ഞങ്ങൾക്ക് 1 മാസത്തോളമായി നമ്മളിപ്പം ഓടാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത്. ഇവിടെ സ്റ്റാഫും കുറവാണ്, ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ സ്റ്റാഫും കുറവാണ്.
വെള്ളം പോലെ കുടിക്കാതെ വരുന്നവരാണ്. ഇരുപക്ഷത്തിന്റെയും സംയമനത്തോടുള്ള ഇടപെടലാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഒഴിവാക്കിയത്. CPIM അജാനൂർ ലോക്കൽ സമ്മേളനത്തിന് കിഴക്കൻകരയിൽ തുടക്കമായി. കിഴക്കൻകര ചൈതന്യ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടക്കുന്നത്. CPIMന്റെ കാഞ്ഞങ്ങാട് ഏരിയയിൽ ലോക്കൽ സമ്മേളനങ്ങൾക്ക് തുടക്കമായി. CPM അജാനൂർ ലോക്കൽ സമ്മേളനം കിഴക്കൻകരയിൽ തുടങ്ങി. ചൈതന്യ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം CPIM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആശയപരമായ അടിത്തറയോടുകൂടി പ്രായോഗിക പ്രവർത്തനം നടത്തുന്ന ഒരു ജനപക്ഷ പാർട്ടി, ജനങ്ങളുടെ പാർട്ടി, തൊഴിലാളികളുടെ പാർട്ടി എന്ന കാഴ്ചപ്പാടാണ് മാർക്സിസ്റ്റ്. അതുകൊണ്ട് നമ്മളെപ്പോഴും പറയുമ്പം അതൊരു ലോക പാർട്ടിയാണ്. ഏതൊരു രാജ്യത്തിലല്ല, വൻകരകളിൽ നിന്ന് വൻകരയിലേക്ക് പ്രസരിച്ച പാർട്ടിയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ആ സാർവദേശീയ ബോധം നമ്മുടെ ഓരോ ചെറിയ പ്രവർത്തനത്തിലുണ്ട്. നമ്മൾ നടത്തുന്ന ഓരോ ചെറിയ പ്രവർത്തനത്തിലും മനുഷ്യവംശത്തെ ആകെ മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട്. M കർത്തമ്പു പതാക ഉയർത്തി. P കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. TP രാജേഷ് രക്തസാക്ഷി പ്രമേയവും ശിവജി വെള്ളിക്കോത്ത് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി M പൊക്ലൻ, ചിറാക്കുട്ട് കുഞ്ഞിക്കണ്ണൻ, P ദാമോദരൻ, P നാരായണൻ, ദേവി രവീന്ദ്രൻ, TV കരിയൻ, മൂലക്കണ്ടം പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ MV രാഘവൻ സ്വാഗതം പറഞ്ഞു. എഡ്യൂക്കേഷൻ ലോൺ ഹോൾഡേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി നിർമ്മലൻ ഉദ്ഘാടനം ചെയ്തു. അട്ടപ്പാടിയിലെ രാജൻ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് അവിടുത്തെ ബാങ്കിന്റെ SBCയുടെ ബാങ്കിന്റെ മുമ്പിൽ പോയി പല പ്രാവശ്യവും ഇച്ഛാപാത്രവുമായി യാചിച്ച് നിൽക്കുന്ന പോലെ തന്റെ കുട്ടിക്ക് വിദ്യാഭ്യാസ വായ്പ കിട്ടണമെന്ന് അപേക്ഷയുമായി ചെന്നപ്പോൾ മാസങ്ങളോളം അദ്ദേഹത്തെ കയറ്റി ഇറക്കി വിട്ടതല്ലാതെ വിദ്യാഭ്യാസ വായ്പ കൊടുത്തില്ല. അസോസിയേഷൻ സെക്രട്ടറി അജയ് പരവനടുക്കം അധ്യക്ഷത വഹിച്ചു. VV ശ്രീധരൻ സംസാരിച്ചു. കേന്ദ്ര ഗവൺമെന്റ് 2001 ഏർപ്പെടുത്തിയിട്ടുള്ള വിദ്യാഭ്യാസ വായ്പാ പദ്ധതിയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ നടത്തിയത്. കാസർഗോഡ് ഉപജില്ലാ ശാസ്ത്രമേളയ്ക്ക് ഉജ്ജ്വല സമാപനം. 2 ദിവസങ്ങളിലായി കുഡ്ലു ഗോപാലകൃഷ്ണ ഹൈസ്കൂളിലായിരുന്നു മേള നടന്നത്. 2 ദിവസങ്ങളിലായി കുഡ്ലു ഗോപാലകൃഷ്ണ സ്കൂളിൽ നടന്നുവരുന്ന മത്സരത്തിൽ 2500ഓളം പ്രതിഭകൾ പങ്കെടുത്തു. ഗണിതശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, പ്രവൃത്തി പരിചയമേള, കരകൗശലം തുടങ്ങിയ മത്സരങ്ങളായിരുന്നു അരങ്ങേറിയത്. പരിപാടി എന്നെ നിൽക്കുന്ന MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പുസ്തകങ്ങളിലെ അക്ഷരങ്ങൾ ബൈഹാർട്ടാക്കി മനഃപ്പാഠമാക്കി പരീക്ഷ എഴുതി വിജയിക്കുക എന്നതല്ല വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കുട്ടികളിൽ കുറേയധികം കഴിവുകളുണ്ട്. ആ കഴിവുകൾ എന്താണെന്ന് ഈ 2 ദിവസത്തെ ഇവിടുത്തെ ഈ മേള അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും. നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിശയിപ്പിച്ചുകൊണ്ട് നമുക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത വിധത്തിലുള്ള സാധനങ്ങളായിട്ട് അവരിപ്പോൾ ഈ 2 ദിവസം കൊണ്ട് ഇവിടെ ഉണ്ടാക്കുക. UP വിഭാഗത്തിൽ കുണ്ടംബൈ സ്കൂളും ഹൈസ്കൂൾ വിഭാഗത്തിൽ നായന്മാർമൂല തൻബീഉൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ചട്ടഞ്ചാൽ GHSുമാണ് വിജയികളായത്. വിജയികൾക്കുള്ള സമ്മാനദാനം മധൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജാനി ഷ്യാൻബോഗ് നിർവഹിച്ചു. ശശിധര ഷെട്ടി, ജോയസ്, ഗണേഷ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. കനിവുള്ളവർ കാണുക. നോർത്ത് കോട്ടച്ചേരിയിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഗിരീഷിന്റെ ജീവിതം. ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന ഗിരീഷിനെ കാരുണ്യമതികൾ കനിഞ്ഞാൽ ജീവിതത്തിലേക്ക് തിരിച്ചെത്താനാകും. ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള നൂൽപാലത്തിലൂടെയാണ് നോർത്ത് കോട്ടച്ചേരിയിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഗിരീഷിന്റെ ജീവിതം നീങ്ങുന്നത്. ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന ഗിരീഷിന് കാരുണ്യമതികൾ കനിഞ്ഞാൽ ജീവിതത്തിൽ തിരിച്ചെത്താനാവും. നേരത്തെ വൃക്കകൾക്ക് രോഗം ബാധിച്ച് വൃക്ക മാറ്റിവെച്ചുവെങ്കിലും വിധി ഗിരീഷിന് വിലങ്ങുതടിയായി നിന്നു. മാറ്റിവെച്ച വൃക്ക പ്രവർത്തനരഹിതമായതോടെ പ്രതീക്ഷകൾ തകർന്ന ഗിരീഷിന് ജീവിതം നിലനിർത്താൻ വീണ്ടും ചികിത്സയുടെ ലോകത്തേക്ക് നീങ്ങേണ്ടി വന്നു. ചികിത്സ പൂർത്തിയാക്കാനാവാതെ കിടപ്പാടം പോലും വിറ്റ് വാടക ക്വാർട്ടേഴ്സിൽ കഴിയുകയാണ് ഈ കുടുംബം. 1.5 വർഷം അവിടെ ഡയാലിസിസ് ചെയ്ത് അങ്ങനെ വേലാശ്ശേരിയിൽ വീടും സ്ഥലമൊക്കെ കൊടുത്ത് കിഡ്നി മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ കാഞ്ഞങ്ങാടുള്ള ഒരു സാലു ദേവസ്യ പറഞ്ഞൊരു എൻ്റെ ഒരു കൂട്ടുകാരനാണ് എനിക്ക് കിഡ്നി ദാനം ചെയ്തത്. അങ്ങനെ തൃശ്ശൂർ വെസ്റ്റ് പോർട്ടിൽ നിന്നാണ് 2011 ആഗസ്റ്റ് 3 കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടന്നത്. വൃക്ക ദാനം ചെയ്യാൻ സുഹൃത്ത് തയ്യാറായിട്ടുണ്ടെങ്കിലും 5 ലക്ഷം രൂപ സ്വരൂപിച്ചാൽ മാത്രമേ ശസ്ത്രക്രിയ നടത്താൻ കഴിയുകയുള്ളൂ.
കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ചികിത്സ നടക്കുന്നത്. ഗിരീഷിന്റെ ചികിത്സയ്ക്കായി വാർഡംഗം അശോകൻ ചെയർമാനായും നസുറുദ്ദീൻ കൺവീനറായും മധു ഇട്ടമ്മൽ ഖജാൻജിയുമായ ചികിത്സാ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഏകമകന്റെ ജീവൻ രക്ഷിക്കാനായി വാർദ്ധക്യത്തിലും കഷ്ടപ്പെടുകയാണ് ഗിരീഷിന്റെ മാതാവ് നാരായണി. ഭർത്താവ് മരണപ്പെട്ടതോടെ സഹോദരി ഗിരിജയും കുട്ടികളും ഇവരോടൊപ്പമാണ് താമസം. ഗിരീഷിന്റെ ശുശ്രൂഷക്കായി ഇളയ സഹോദരി ഗീതയും കൂടെയുണ്ട്. ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് നടത്തിയാണ് ഗിരീഷ് ജീവൻ നിലനിർത്തുന്നത്. കനറ ബാങ്കിന്റെ കാഞ്ഞങ്ങാട് ബ്രാഞ്ചിൽ 0724108084 നമ്പറായി അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. IFC കോഡ് CNRB 00007224. സന്മനസ്സുകളുടെ സഹായത്തിനായി കാത്തിരിക്കുകയാണ് ഈ നിർധന കുടുംബം. ജീവിതം വീണ്ടെടുക്കാനാവുമെന്ന ശുഭപ്രതീക്ഷയിൽ ഗിരീഷും കാത്തിരിക്കുന്നു. നല്ല മനുഷ്യരുടെ സഹായങ്ങൾക്കായി. ക്യാമറമാൻ സുനിൽ കുമാറിനൊപ്പം സിറ്റി വാർത്തകൾക്ക് വേണ്ടി അനിൽ പുളിക്കാൽ. പുതിയ വളപ്പ് നിത്യാനന്ദ സ്വാമി ഭജനമഠത്തിൽ നാഗപ്രതിഷ്ഠാദിന പൂജകൾ നടന്നു. നാഗദോഷ പരിഹാരം തേടി നൂറുകണക്കിന് ഭക്തരെത്തി. പുതിയ വളപ്പ് സ്വാമി ഭജനമഠത്തിൽ നാഗപ്രതിഷ്ഠാദിന പൂജകൾ നടന്നു. 100 പാലും തർപ്പണവും സർപ്പബലിയും ഇതിന്റെ ഭാഗമായി നടന്നു. കല്ലമ്പള്ളി നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് പൂജകൾ നടന്നത്. നിത്യാനന്ദ സ്വാമി ഭജനമഠത്തിൽ ഫെബ്രുവരി 21 ഭജനമഠം വാർഷികാഘോഷം നടക്കും. മെയ് 6 പൂർവ്വഗുരു കൊട്ടസ്വാമിയുടെ സമാധി മന്ദിര സമർപ്പണവും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സ്വാമി ശാന്തിനാഥ്, രാജൻ അജാനൂർ എന്നിവരുടെ നേതൃത്വത്തിൽ എല്ലാ ഞായറാഴ്ചയും ആത്മീയ ക്ലാസും സംഘടിപ്പിച്ചു വരുന്നു. പുല്ലൂർ പടിഞ്ഞാറ്റയിൽ തറവാട്ടിൽ കളിയാട്ടത്തിന് സമാപനം. അനുഗ്രഹം തേടി നിരവധി പേരെത്തി. 2 ദിവസങ്ങളിലായി നടന്ന പുല്ലൂർ പടിഞ്ഞാറ്റയിൽ തറവാട്ടിലെ കളിയാട്ടത്തിന് ഭക്തിനിർഭരമായ സമാപനം. ബുധനാഴ്ച പുലർച്ചെ പൊട്ടൻ തെയ്യം, കണ്ണാങ്കോട്ട് ചാമുണ്ടി, പരദേവത, ഗുളികൻ തെയ്യങ്ങൾ കെട്ടിയാടി. അന്നദാനവും ഉണ്ടായിരുന്നു. കളിയാട്ടത്തിൽ പങ്കെടുക്കാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് ഭക്തർ എത്തി. കാശിനാഥൻ കൺസ്ട്രക്ഷൻസ് മാവുങ്കാലിൽ പ്രവർത്തനം തുടങ്ങി. മാവുങ്കാൽ സിൻഡിക്കേറ്റ് ബാങ്കിന് സമീപത്തുള്ള സലൂജ കോംപ്ലക്സിലാണ് സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയത്. കെട്ടിട നിർമ്മാണ രംഗത്ത് നവീനവും പരമ്പരാഗതവുമായ മാതൃകയിൽ പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്തുന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ കൂട്ടായ്മയാണ് കാശിനാഥൻ കൺസ്ട്രക്ഷൻസിന് കീഴിലുള്ളത്. ദീർഘകാല തൊഴിൽ പരിചയമുള്ള വിദഗ്ധരായ എഞ്ചിനീയർമാർ, സൂപ്പർവൈസർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ മൊത്തം പണികളും സ്ട്രക്ചർ മാത്രമായും ചെയ്തു കൊടുക്കുന്നു. കാശിനാഥൻ കൺസ്ട്രക്ഷൻസിന്റെ ഉദ്ഘാടനം ലെൻസ്ഫെഡ് ഹോസ്ദുർഗ് താലൂക്ക് ട്രഷറർ NV പവിത്രൻ നിർവഹിച്ചു. ചടങ്ങിൽ എഞ്ചിനീയർ A ശാദുലി, MG നരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിലെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിർദ്ദിഷ്ട കാഞ്ഞങ്ങാട് കാണിയൂർ റെയിൽപാതയുടെ നടപടിക്രമങ്ങൾ വേഗത്തിലാകുന്നതിന് കേരള കർണാടക മുഖ്യമന്ത്രിമാരെ കാണാൻ നഗരവികസന കർമ്മസമിതി യോഗത്തിൽ തീരുമാനം. സ്വകാര്യവൽക്കരണ നയങ്ങൾക്കെതിരെ ബാങ്ക് ജീവനക്കാരുടെ സമരം. ജില്ലയിൽ ബാങ്ക് പണിമുടക്ക് പൂർണ്ണം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരം തുടങ്ങി. സംസ്ഥാനത്ത് റേഷൻ കടകൾ അടഞ്ഞുകിടക്കും. MVRന്റെ അനുസ്മരണവും ചേരിതിരിഞ്ഞ്. കാഞ്ഞങ്ങാട്ട് ഇരുവിഭാഗങ്ങളും അനുസ്മരണ യോഗങ്ങൾ നടത്തി. വികലാംഗരെ ക്യൂവിൽ നിർത്തുന്നതിൽ പ്രതിഷേധം. വികലാംഗരോടുള്ള അനീതിക്കെതിരെ വികലാംഗ സംഘടന ഐക്യമുന്നണി DM ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPIM കാഞ്ഞങ്ങാട് ഏരിയയിൽ ലോക്കൽ സമ്മേളനങ്ങൾക്ക് തുടക്കമായി. അജാനൂർ ലോക്കൽ സമ്മേളനം തുടങ്ങി. കരുണയുടെ കരങ്ങൾക്കായി ഗിരീഷ് കാത്തിരിക്കുന്നു. ജീവിതത്തിന്റെ പുതുവെളിച്ചം കാണാൻ. പുല്ലൂർ പടിഞ്ഞാറ്റയിൽ തറവാട് കളിയാട്ടത്തിന് ഭക്തിനിർഭരമായ സമാപനം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.